ഇപ്പോൾ റിട്ടയർഡ് USP ജോർജ് ജോസഫ് പട്ടേലുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നത് എന്ന് പൊതുജനത്തിന് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം. പക്ഷേ ഇത്രയും ഭീകരമായൊരു ദൃശ്യമാണ് പോലീസ് സ്റ്റേഷനുകളിൽ നമുക്ക് കാണുന്നത്. ഇതേക്കുറിച്ച് എന്ത് തോന്നുന്നു? ഇല്ല, ഇത് കേരളത്തിലെ പല സ്ഥലത്തും ഇത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു മോട്ടീവും ഇല്ലാതെ ആ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ പോലീസ് ചീത്ത വിളിച്ചപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ അടിസ്ഥാനത്തിൽ ഇയാളെ കൊണ്ടൊന്ന് മർദ്ദിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടോ ആ പോലീസ് ഉദ്യോഗസ്ഥർ? എന്തിനാണ് അയാളെ ഇത്ര ഭീകരമായിട്ട് ഒരാളൊരു അടി കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയല്ല, ഇത് മത്സരിച്ച് 4-5 പേര് അത്ര ഭീകരമായിട്ട് മർദ്ദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയ ചായ്വ് ഉണ്ടോ ആ പോലീസ് ഉദ്യോഗസ്ഥർ? സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, മോട്ടീവ് ഇല്ല, വേറൊരു കുറ്റം അയാളെ ഇവരെ തെറി വിളിച്ച് ചീത്ത വിളിച്ചൊന്നും അടിക്കാൻ പോയെന്നൊന്നുമില്ല. ആ ഇഷ്യൂവിൽ ഇന്റർഫിയർ ചെയ്യുക. അപ്പൊ കേരളത്തിലെ പോലീസ് അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന് ഞാൻ കുറെ നാളുകൊണ്ട് പറയുന്നു. അത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും. ജോർജ് ജോസഫ്, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ രാഷ്ട്രീയ മോട്ടീവ് നമുക്ക് ആരോപിക്കാം, അതിന് തെളിയിക്കാനുണ്ട്. എൻ്റെ ഒരു ചോദ്യം, ഈ പോലീസുകാർ ഈഗോ ഹേർട്ടായി കഴിഞ്ഞാൽ അവരിങ്ങനെ പെരുമാറുന്നു എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അനാവശ്യമായി കേസെടുക്കുക, പോലീസിന്റെ കർത്തവ്യ നിർവഹണം തടസ്സപ്പെടുത്തുന്നൊക്കെ FIR സ്റ്റേഷനിൽ കൊണ്ടേ മർദ്ദിക്കുക. ഈ ഈഗോ ഹേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ചോദ്യം ചെയ്യുമ്പോഴാണോ? അവർ തിരിച്ച് ചോദ്യം ചെയ്താൽ പ്രശ്നമാണോ? ഇതൊക്കെ ഒരു വ്യക്തിപരമായി അവർ വളർന്നു വന്ന സാഹചര്യം പോലെ ഇരിക്കും. അതൊരു വിദ്വേഷം പേർക്കും പോലീസിന്റെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് തോന്നും. അവർക്കൊരു എഡ്യൂക്കേഷൻ ഇല്ല, പക്വതയില്ല. അവിടെയാണ് പ്രശ്നം. ഇത് ക്രിമിനൽ സ്വഭാവമുള്ളവരെ പലരും പോലീസിൽ ഇപ്പോൾ റിക്രൂട്ട് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് പണ്ടത്തെ എന്റെയൊക്കെ കാലഘട്ടത്തില് പോലീസ് ഒരു കേസ് എന്റെ പേരിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലീസിൽ അപ്പോയിന്റ്മെന്റ് ലഭിക്കില്ല. ഇപ്പൊ അങ്ങനെയല്ല. കേസ് ഉണ്ടെങ്കിലും സാരമില്ല, കൊലക്കേസ് ഉണ്ടെങ്കിലും സാരമില്ല, ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാളെ എടുക്കാതിരിക്കാൻ കഴിയുള്ളൂ. ബാക്കിയുണ്ടെങ്കിൽ എടുക്കാം. മറ്റേത് അങ്ങനെയല്ല. 5-6 കേസുള്ളവർ ഇപ്പം പോലീസിനകത്തുണ്ട്. സിവിൽ പോലീസ് ഓഫീസർമാരായിട്ടുണ്ട്. ആ കേസെല്ലാം വിട്ടുപോയതാണ്. പക്ഷെ 5-6 കേസുള്ളവരാണെന്ന് വെച്ചാൽ അപ്പൊ ഒരു ക്രിമിനൽ സ്വഭാവമുള്ളവര് പോലീസ് കാപ്പി യൂണിഫോം വിട്ട് വന്നാൽ ഇത് തന്നെ കാണിക്കും. അതിനകത്ത് കള്ളക്കേസ് എടുത്ത് 353 അവരുടെ ഔദ്യോഗിക തടസ്സം പറഞ്ഞാൽ ഒരു കള്ളക്കേസാണ്. പ്രത്യേകിച്ച് അയാളൊരു പൂജാരിയാണെന്ന് വിചാരിച്ചിരുന്നു. പാവം അയാൾ ഇന്നലെ ചാനലിൽ എന്റെ ഒപ്പം ചർച്ചയിലുണ്ടായിരുന്നു. അന്നേരം അദ്ദേഹത്തിന്റെ ആ പോലീസുകാരെ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ഇത്രയും ഭീകരമായ മർദ്ദനം നേരിട്ട ആള് പോലീസുകാരെ കുറ്റപ്പെടുത്താതെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ അയാളുടെ ആറ്റിറ്റ്യൂഡ്? കണ്ടില്ലേ? ആ പാവം പിടിച്ചതിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അത് വ്യക്തിവൈരാഗ്യമല്ല, അതിനൊരു രാഷ്ട്രീയമായ എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറെ മോട്ടീവ് ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരെ പോലീസിന് റിമൂവ് ചെയ്ത് കളയണം. അതിനുള്ള സംവിധാനം ഇപ്പോൾ ഏകദേശമായി അങ്ങാര് ലീഗലായിട്ട് ഫൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ കോടതിക്ക് അത് കണ്ടപ്പം, ആ CCTV കണ്ടപ്പം കോടതി സോമോട്ടോ ആയിട്ട് കേസെടുത്തു. ബാക്കി പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയായിട്ട് എന്ത് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനകത്ത് വിവരാവകാശ കമ്മീഷണർ പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റി ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടോ ജോർജ് ജോസഫ്? ഇപ്പോൾ അതൊക്കെ ന്യായം റിട്ടയർ ചെയ്ത പല ഉദ്യോഗസ്ഥന്മാരാണ് അതിനകത്ത് ഇരിക്കുന്നത്. ജുഡീഷ്യൽ ഓഫീസർ റിട്ടയർ ചെയ്തത് ഒന്നും നടക്കുന്നില്ല. അതൊക്കെ ഇങ്ങനെ ഒരു പേരിന് വേണ്ടി പറയും. പക്ഷെ അങ്ങനെയല്ല. കോടതി തന്നെ ഇപ്പം അത് കൃത്യമായിട്ട് അവർ കോടതിയിൽ പോയി, കോടതിക്ക് അത് ബോധ്യപ്പെട്ടു. ഹൈക്കോടതി ഇപ്പം കൗസർ ഇടപഴകത്തിന്റെ കഴിഞ്ഞ ആഴ്ച ഒരു വിധി വന്നിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങള് കോടതി പോലീസ് കൊടുക്കുന്നതല്ല, നേരിട്ട് കോടതി അത് കണ്ടിട്ട് വേണം നടപടി എടുക്കാനായിട്ട്. അപ്പോൾ ഈ ജുഡീഷ്യൽ ഫസ്റ്റ് മജിസ്ട്രേറ്റ് കോടതി അത് കണ്ടിട്ടാണ് ഇപ്പൊ സോമോട്ടോ. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഭീകരമായ മർദ്ദനമാണെന്ന് നേരിട്ട് കാണുകയില്ലേ നമ്മള്. അതുകൊണ്ടാണ് ആ കോടതി ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സോമോട്ടോയുടെ കേസ് രജിസ്റ്റർ നല്ല കാര്യം. ഇപ്പോൾ ഇവിടെ വേണ്ടത് ഞാൻ വ്യത്യസ്തമായിട്ടാണ് അത് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. പലർക്കും അത് മനസ്സിലാകുന്നില്ല. കാരണം ഒരു പോലീസ് സ്റ്റേഷനകത്താണ് ഒരാളെ ഭീകരമായിട്ട് മർദ്ദിക്കുന്നത്. ഈ ആളെ വെളി വെച്ച് മർദ്ദിച്ചാൽ ഉടനെ പോലീസ് കേസെടുക്കും. പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് മർദ്ദിച്ചാൽ പോലീസ് കേസ് എടുക്കണ്ടേ? അത് തന്നെയല്ലേ ഇവിടെ ആവർത്തിച്ചത്. ഒരു നിരപരാധി ഒരാളെ തുണിയൊക്കെ അഴിച്ച് മാറ്റിട്ട് ഭീകരമായിട്ട് മർദ്ദിക്കുന്ന രംഗം നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ അവിടുത്തെ പോലീസ് SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഈ ദൃശ്യം കണ്ടപ്പോൾ തന്നെ സോമോട്ടോ ആയിട്ട് കേസെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് നിയമം പോകുന്നത്. അതുകൊണ്ട് അവന്മാർക്കെതിരായിട്ട് ക്രൈം കേസ് എടുക്കണം. അവന്മാർക്ക് ഡിപ്പാർട്ട്മെന്റ് നടപടി എന്ന് പറഞ്ഞാൽ അത് മിസ്കോണ്ടക്റ്റിനാണ് അയാളെ 2 ഇൻക്രിമെന്റ് 3 ഇൻക്രിമെന്റ് ഒക്കെ എടുത്ത് കളഞ്ഞത്. അത് ക്രിമിനൽ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരാളെ ട്രാൻസ്ഫർ അത് ഒരു കുറ്റമാണോ? ഒരാളെ വേറെ സ്ഥലത്തുനിന്ന് കേരളത്തിൽ എവിടെ വേണേലും വർക്ക് ചെയ്യാൻ അവർക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എവിടെ പോകണേലും വർക്ക് ചെയ്യണം. പക്ഷെ ഒരു ട്രാൻസ്ഫർ ഒരു ശിക്ഷയായിട്ട് കണക്കാക്കാൻ പറ്റുമോ? വെറുതെ ആവശ്യമില്ലാതെയൊക്കെ മേലുദ്യോഗസ്ഥന്മാർ പറയുന്നു. അതൊന്നും കേൾക്കാൻ നമ്മളെ പോലെയുള്ള കഴിയത്തില്ല. അതിനകത്തൊരു DIGയുടെ ലാപ്സൻസോടെ വന്നു കഴിഞ്ഞു.
അതൊക്കെ എന്താണ് ചെയ്തത്? മിസ്കോണ്ടക്റ്റിനുള്ള ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിയാണ് ആവശ്യം. ആ മനുഷ്യനെ അടിച്ച് കൊല്ലാൻ ശ്രമിച്ചതിനല്ലേ കേസെടുക്കേണ്ടത്, അതല്ലേ കൊടുക്കേണ്ടത്. അപ്പൊ അദ്ദേഹത്തിനെതിരായിട്ടും ആരോപണം ഉണ്ട്, അദ്ദേഹത്തിനെതിരായിട്ട് നടപടി എടുക്കാൻ കോടതി തയ്യാറാകണമെന്ന് ഞാൻ പറയുന്നത്. ശരി, നന്ദി ശ്രീ ജോർജ് ജോസഫ് ഈ വാർത്തയോട് പ്രതികരിച്ചതിന്.